പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനത്തിനെത്തിയ തീർത്ഥാടകർക്കായി പ്രത്യേക വള്ളസദ്യ. KSRTC ഒരുക്കിയ പഞ്ചക്ഷേത്ര ദർശനത്തോടനുബന്ധിച്ചാണ് ആറന്മുള ക്ഷേത്രത്തിൽ വള്ളസദ്യ ഒരുക്കിയത്. 12 ബസ്സുകളിലായി 100 കണക്കിന് തീർത്ഥാടകരാണ് കഴിഞ്ഞ ദിവസം ആറന്മുളയിലെത്തിയത്. KSRTCയുടെ പഞ്ചപാണ്ഡവ ക്ഷേത്ര ദർശനത്തിന്റെ ഭാഗമായി ആറന്മുള ക്ഷേത്ര ദർശനവും വള്ളസദ്യയുമുണ്ട് തീർത്ഥാടകർ. വിവിധ KSRTC ഡിപ്പോകളിൽ നിന്നും പുറപ്പെട്ട 12 ബസ്സുകളിലാണ് തീർത്ഥാടകർ എത്തിയത്. ആറന്മുള പള്ളിയോട സേവാ സംഘവും KSRTCയും സംയുക്തമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. പഞ്ചപാണ്ഡവർ പ്രതിഷ്ഠ നടത്തി എന്ന് വിശ്വസിക്കുന്ന തൃപ്പുലിയൂർ, തൃച്ചിറ്റാറ്റ്, തിരുവമണ്ടൂർ, തൃക്കൊടിത്താനം, തിരുവാറന്മുള എന്നീ ക്ഷേത്രങ്ങളെ ബന്ധപ്പെടുത്തിയാണ് തീർത്ഥാടനം സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർത്ഥാടകർ രാവിലെ ആറന്മുള ക്ഷേത്രത്തിലെത്തി ദർശനം നടത്തി വള്ളസദ്യക്കെത്തുന്ന പള്ളിയോടങ്ങളുടെ വരവും സ്വീകരണ ചടങ്ങുകളും കാണാൻ തീർത്ഥാടകർക്ക് സൗകര്യമൊരുക്കിയിരുന്നു. ഇനിയും വള്ളസദ്യ സീസൺ കഴിയുന്നതുവരെ തീർത്ഥാടകർക്കായി എല്ലാ ദിവസവും ഈ സൗകര്യം ഉണ്ടാകുമെന്ന് അധികൃതർ പറഞ്ഞു. ഇനി വരുന്ന ദിവസങ്ങളിലും കൂടുതൽ യാത്രക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ യൂണിറ്റുകളിൽ നിന്നും കൂടുതൽ ബസ് സർവീസുകൾ നടത്തുവാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർത്ഥാടകർക്കായി ക്ഷേത്രത്തിന്റെയും വള്ളസദ്യയുടെയും വഞ്ചിപ്പാട്ടിന്റെയും ഐതിഹ്യവും ചരിത്രവും വിശദീകരണത്തിനുള്ള ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വൈക്കം, വെഞ്ഞാറമൂട്, കണ്ണൂർ, തൊടുപുഴ എന്നീ ഡിപ്പോകളിൽ നിന്നാണ് ബസ്സുകൾ കൂടുതലായി എത്തുന്നത്. മുൻ വർഷങ്ങളിൽ പദ്ധതിയുടെ ഭാഗമായവർ വീണ്ടും എത്തുന്നതും KSRTC ബജറ്റ് ടൂറിസം സാധാരണ ജനവിഭാഗങ്ങളിൽ നിന്നും സഞ്ചാരപ്രിയർ ഉണ്ടായതും പദ്ധതിയുടെ ജനപ്രീതിയുടെ തെളിവാണ്. എന്റെ പേര് വിമോദ്, തിരുവനന്തപുരം മാലാരത്തിൽ നിന്ന് വരുന്നു. താന്നിവിള. ഇത് എന്റെ 3ാമത്തെ യാത്രയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ സർവീസുകൾ നടത്തും. വടക്കൻ ജില്ലകളിൽ നിന്നടക്കം കൂടുതൽ ആൾക്കാർ എത്തുമെന്നാണ് സംഘാടകരുടെ പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, കോഴഞ്ചേരി.